മട്ടണ് നല്ല കഴുകി വെച്ചിട്ടുണ്ട്. ഒരു പട്ട, ഗ്രാമ്പ്, ഏലക്ക, തൈര്, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പ്. എണ്ണ കാണിട്ടുണ്ട്. ഇങ്ങനെ നെയ്യാണ്, നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. ലേശം നെയ്യ്, ഇതിലേക്ക് വലിയ ഉള്ളി, ലേശം പത്തും ഗ്രാമ്പ്, ഏലക്ക, എന്ത് അണ്ടിപ്പരിപ്പ്, ഇതിലേക്ക് ഇഞ്ചി, വെള്ളുള്ളി, ചീരുള്ളി വന്നത് അരച്ചത്, ഒരു തക്കാളി, പിന്നെ മല്ലിച്ചപ്പും പുതിന. ഇത് നല്ലോണം വഴന്ന് വെക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യം മട്ടനാണ് കേട്ടോ. മട്ടൻ ബിരിയാണിയാണ്. മട്ടൻ ഇത് നല്ല ഇട്ട് കൊടുക്കുക. അതിൽ മുളക് പൊടി, ബിരിയാണി മസാല, മലപ്പൊടി, മല്ലിപ്പൊടി, മല്ലിപ്പൊടി കളറിന് വേണ്ടിയിട്ടാണ്. ആവശ്യമുള്ള തൈര്, ഇതും വീട്ടിലുണ്ടാക്കിയ തൈരാണ്. മുളക് പൊടി നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. മസാല, ബിരിയാണി മസാല വീട്ടിലുണ്ടാക്കിയതാണ്. ഞാൻ 1 കിലോ ബിരിയാണി അരി ഇട്ടിട്ടുണ്ട്. ഇനി അതിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ബിരിയാണി അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഈ പാത്രത്തിന് 1.5 പാത്രമാണ് അരി ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ കണക്കിന് ഞങ്ങൾ ഇതിൽ വെള്ളം എടുക്കുന്നതാ. വെള്ളം ഇട്ട് കഴിഞ്ഞാൽ 1.5ക്ക് 3 പാത്രം വെള്ളം എടുക്കും. ആ കണക്കിൽ ഞാൻ വെള്ളം എടുക്കുന്നു. ആ പാത്രത്തിന് 3 പാത്രം വെള്ളം എടുത്തു. അതിൽ 2.5 പകുതി വെച്ചിട്ടുള്ളൂ. ഇത് മൂടിയൊക്കെ ഇട്ട് തിളച്ച് വരാൻ നേരത്ത് അരിയിടണം. ഈ പാത്രങ്ങളൊക്കെ ഉമ്മൻ്റെ കല്യാണത്തിന് ഉമ്മക്ക് കൊടുത്ത പാത്രങ്ങളാണ്, ഇന്നത്തെ കാലത്തെ പാത്രങ്ങൾ.
അതിൽ അരി ഇടാൻ അരി ഇടുന്നു. പിന്നെ അതിക്ക് ലെമൺ പിഴിഞ്ഞത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് മൂടി വെച്ച് വേകട്ടെ. അപ്പോൾ ഇങ്ങനെ ഈ ബിരിയാണിക്ക് ഇവിടെയൊക്കെ ദാൽസ ഉണ്ടാക്കും. പിന്നെ ഉണ്ടാക്കട്ടെ, പുകന് തിളച്ച് വെന്ത് വരട്ടെ. ഞാൻ ദമ്മിലിട്ട് വെക്കട്ടെ. ഇനി ദാൽസ ഉണ്ടാക്കുള്ളതാണ്. തോരൻ പരിപ്പും പിന്നെ കടലപ്പരിപ്പും രണ്ടും ചേർത്ത് വേവിക്കട്ടെ. അതിൽ തക്കാളി ഇട്ടിട്ട് തക്കാളി നിറച്ചത് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് വേകാൻ ആവശ്യമുള്ള വെള്ളം, നമ്മൾ അരി കഴുകിയ വെള്ളം ഉണ്ടല്ലോ, അതാണ് മൂന്നാമത്തെ വട്ടം കഴുകിയ വെള്ളമാണ്. അതിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് ഇളക്കി കൊടുക്കുന്ന വിസിൽ ഒരു 2 വിസിൽ വരണം. പരിപ്പ് വെന്തിട്ട് അതിന് ഞാൻ ചവച്ചോ ചേർക്കാറില്ല. ചവച്ചോ ചേർക്കും കത്തിരിക്കയും. അത് വീഡിയോ ഓണായിന്ന് വിചാരിച്ചപ്പോൾ ഓണായിട്ടില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ മട്ടൺ വേവിച്ച് വെച്ചില്ല, അത് 2 പീസ് അതും ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇനി കായ് വേകാൻ വേണ്ടിയിട്ട് ഒരൊറ്റ വിസിലും കൂടി. അതിൽക്കൂടെ മുളകും പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് വേകട്ടെ. അങ്ങനെ ദാൽസ റെഡിയായി. അതിൽ കുറച്ച് മല്ലിച്ചപ്പ് മേലിട്ട് ദാൽസ ഓക്കെ. തൈര് ചട്നി റെഡിയായി. 65 വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ദിണ്ടിക്കൽ ബിരിയാണി കഴിക്കാൻ പോവാണ്. ചോറ്, ദാൽസ, തൈര് ചട്നി, 65 വറുത്തത്. ഓക്കെ. അപ്പോൾ എല്ലാവരും വരും, എല്ലാവർക്കും ഉണ്ട്.